2025 അവസാനത്തെ ദിവസവും 2026 ആദ്യത്തെ ദിവസവും എല്ലാം കൂടി ചേർന്നിട്ടൊരു ചെറിയ വ്ളോഗാണ്. വിശേഷങ്ങൾ വഴിയേ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ബുധനാഴ്ച വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾ നേരെ അടുക്കളയിലോട്ട് പോവാണ് കേട്ടോ. നമ്മളങ്ങനത്തെ മുറ്റത്ത് ഇതുപോലെ കുഞ്ഞൊരു ചിരാഗ് കത്തിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് പുഴുങ്ങി വെച്ചു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ കാന്താരിയും ഉള്ളിയും കുറച്ച് പുളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അതിപ്പം മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനത്തെ നമ്മുടെ കിടിലൻ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയോ അല്ലെങ്കിൽ പുഴുക്കൊക്കെ കഴിക്കാൻ ഇതിനേക്കാളും ബെസ്റ്റ് സാധനം വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു സംഭവം മാത്രമേ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. കപ്പ ഇങ്ങോട്ട് അതിനകത്തോട്ട് മുക്കിയിട്ട് ആ ചമ്മന്തിയിൽ ഇങ്ങനെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. രാത്രിയിലത്തേക്ക് ദോശയും സാമ്പാറും വെള്ളച്ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത്. അപ്പോൾ രാത്രി എന്തായാലും അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത് പുതിയ പ്രതീക്ഷകളുമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുന്ന പുതിയ വർഷമാണ് കേട്ടോ. 2026 ഫസ്റ്റ് വീഡിയോ എടുക്കുവാണ്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. പതിവ് പോലെ തന്നെ രാവിലെ മുറ്റത്ത് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അങ്ങ് ദൂരെ ചെറിയ മഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു തണുപ്പുണ്ട്. അപ്പം ഇന്നിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും കടലക്കറിയാണ്. അത് ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യമായിട്ടൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചു. ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ അതിനി പാക്ക് ചെയ്ത് വെക്കണം. ഞങ്ങൾക്കിന്ന് അത്യാവശ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട് വരെ ഒന്ന് പോകണം, കുണ്ട്രയിലൊന്ന് പോകണം. കാരണം ഇന്ന് അവിടുത്തെ മാമൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ആണ്ടാണ്, രണ്ടാമത്തെ ആണ്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. ഞാനും ഹസ്ബൻഡും പിന്നെ മോളും നാത്തൂനും കൂടിയാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്തെത്തും അറിയാതെ വീഡിയോ എടുക്കുവാണ്. ഈ ടർഫ് കാണുമ്പം എന്തായാലും വീഡിയോ എടുത്തു, കാരണം അത്രയ്ക്കും വൈബാണ് കേട്ടോ ഇവിടെ. അങ്ങനെ അവിടെ നമ്മളെത്തി നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. കുറേ സമയം അവിടെ ഇരുന്നു. പിന്നെ നമുക്കിതുപോലെ ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. സദ്യയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇതേപോലെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എല്ലാവരെയും ഉൾപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയക്കുറവ് കാരണം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് കൂടുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വായനയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ വായിക്കുന്നത് വേറെ ആരുമല്ല, ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫും പിന്നെ അതുപോലെ തന്നെ ചിറ്റയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നേ. അപ്പോൾ നമ്മൾ പൂജാമുറിക്കകത്ത് വെച്ചിട്ടാണ് വായനയൊക്കെ നടത്തുന്നത്. കുറച്ച് സമയം ഞാൻ അവിടെ നിന്ന് അതിൻ്റെ വീഡിയോ എടുത്തേ. അമ്പലത്തിലൊക്കെ നമുക്ക് വായനയൊക്കെ നടത്തത്തില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വിശേഷത്തിനൊക്കെ നമ്മൾ വീട്ടിലും ഇതുപോലെ വായനയൊക്കെ വെക്കുന്നത്. ബ്രഹ്മരാധനേ ജന്മസാഫല്യമെന്തെന്നറിവാനായി. പിന്നെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ വരുന്ന വഴിക്കൊരു റെയിൽവേ ക്രോസൊക്കെ ഉണ്ട്. എന്തായാലും ആ സമയത്ത് ട്രെയിനൊന്നും ഇല്ലായിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പാസ് ചെയ്ത് പോരാൻ പറ്റി. പിന്നെ ഹസ്ബൻഡിൻ്റെ ചിറ്റയെ നമുക്ക് വീട്ടിലൊന്ന് ആക്കണമായിരുന്നു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് എനിക്ക് പുതിയൊരു ചാനൽ തുടങ്ങാൻ പറ്റിയൊരു അവസരമാണ് കേട്ടോ. പിന്നെ കുറേ നല്ല കാര്യങ്ങളും നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ സങ്കടങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇത് ഉള്ളതാണ്. ഇനി വരുന്ന വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.